വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ക്ലാസ് 6 മാത്സിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് കേട്ടോ. നമ്പർ പ്ലേ എന്ന് പറയുന്ന ലെസണിലെ ലാസ്റ്റ് പാർട്ടാണ്. പ്ലേയിങ് വിത്ത് നമ്പർ പാറ്റേൺസ്. ഹിയർ ആർ സം നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ സം പാറ്റേൺസ്. ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ ബിലോ ഫിഗർ. ഷുഡ് വി ആഡ് ദം വൺ ബൈ വൺ ഓർ ക്യാൻ വി യൂസ് എ ക്വിക്കർ വേ? അതായത് ഇവിടെ കുറച്ച് നമ്പർ പാറ്റേൺസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സം കാണുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം നമ്മൾ 40 + 40 + 40 പിന്നെ ഈ 50 മൊത്തം പിന്നെ ഈ 40 അങ്ങനെ മൊത്തം നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. പിന്നെ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് എത്ര 40s ഉണ്ടെന്ന് നോക്കുക. അതായത് എത്ര 40 ഉണ്ട്, എത്ര 40? 1 2 3 4 5 6 7 8 9 10 11 12 40s ഉണ്ട് അല്ലേ. അപ്പോൾ 12 ഇൻറ്റു അല്ലെ 40 ഇൻറ്റു 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 40യുടെ മൊത്തം എത്ര 40 ഉണ്ട് അതിൻ്റെ സം കിട്ടും അല്ലേ. നമ്മൾ റിപ്പീറ്റഡ് സം ആണല്ലോ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. 50യും അതുപോലെ എത്ര 50 ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 10 50 ഉണ്ട്. അപ്പം 50 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയും കിട്ടും. അപ്പോൾ 40 ഇൻറ്റു 12 എത്രയാണ്? 40 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 4 ചെയ്താൽ മതി. 12 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 48 അല്ലേ. അതിൻ്റെ കൂടെ 0 ഇടുക. 480 ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 50 ഇൻറ്റു 10 എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. 5 ഇൻറ്റു 1 5 പിന്നെ 2 0 ഇടുക. 500 അല്ലേ. അപ്പോൾ 500 + 480 ആണ് വരുന്നത്. എത്ര? 980 ആണ് ഇതിൻ്റെ ഈ പാറ്റേണിൻ്റെ സം എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതിന് നമ്മൾ ക്വിക്കർ വേയിൽ കാണുകയാണ്. അതായത് ഇവിടെ ഓരോന്നും സിംഗിൾ 1 ആണുള്ളത്. 1 2 3 4 5 6 7 8 അങ്ങനെ 1s ആണുള്ളത്. ഇവിടെ നോക്കി ഓരോ കോളത്തിലും എത്ര എണ്ണം വെച്ചുണ്ടെന്ന് അറിയാമോ? 5 എണ്ണം വെച്ചുണ്ട്. അപ്പോൾ 5 എണ്ണം വെച്ചുള്ള എത്ര കോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം ആദ്യം. 5 എണ്ണം വെച്ചുള്ള എത്ര കോളമുണ്ട്? ഇവിടെ 1 2 3 4 ഇവിടെയും 4. അപ്പോൾ 4 4 8 8 4 12 12 4 16 16 4 20 അല്ലേ. 20 കോളമുണ്ട്. 20ന് എത്ര എണ്ണം വെച്ചാണ്? 20 × 5 അല്ലേ. 2 10 100. അപ്പോൾ 100 ഡോട്ട്സ് ഉണ്ട്. ശരിയല്ലേ. 100 ഡോട്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സിംഗിളായിട്ടുള്ളതും എണ്ണണം. അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 ഓക്കെ. എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അത് 40 ആണ് വരുന്നത്. 40 പിന്നെ ഈ 4 എണ്ണം കൂടെ ഉണ്ടല്ലോ ഇവിടുത്തെ. അങ്ങനെ 44 വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം കിട്ടിയത് 100 അല്ലേ. 20 × 5 100 + 44. അപ്പോൾ 144 ആണ് ഇതിൻ്റെ മൊത്തം സം. അപ്പോൾ ഇത് ഓരോന്ന് എണ്ണുന്നതിന് പകരം നമ്മൾ പെട്ടെന്ന് ഒരു കോളത്തിൽ 5 എണ്ണമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കോളത്തിലേക്ക് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അടുത്ത് നോക്കി 32 പാറ്റേൺസ് ഉണ്ട്. പിന്നെ 64ഉം. 32 എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ എണ്ണുക. 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 32 എണ്ണം ഉണ്ട് അല്ലേ. 64. അപ്പോൾ 32 × 32. അപ്പോൾ ഈ 32ൻ്റെ സം കിട്ടും. ഈ 64 എത്ര ആണെന്ന് നോക്കാം. 64 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അല്ലേ. 64 എത്ര ഉണ്ട്? 64 × 60. ശരിയല്ലേ. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് 32 × 32 എത്ര കിട്ടുന്നത്? 2 2s are 4 3 2s are 6 3 2s are 6 3 3 9 അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 4 2 0 അല്ല 1024. ശരിയല്ലേ. 32 × 32 എന്ന് പറഞ്ഞാൽ 1024. പിന്നെ 64 × നമുക്ക് എത്ര കിട്ടിയേക്കുന്നത്? 64 × 60 അല്ലേ.
16. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 64 എന്ന് പറയുന്നത് 32ൻ്റെ ഡബിളാണ് അല്ലേ? അപ്പോൾ ഈ 32 ഇൻറ്റു 32 ചെയ്തതിന് പകരം 64 ഇൻറ്റു 16 ചെയ്താൽ മതി. 32ൻ്റെ പകുതിയല്ലേ 16. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. 1024 തന്നെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 4 24 2 6 6 36 37 38 4 then 6 again നമുക്ക് എന്ത് കിട്ടും? 1024. സോ അതിൻ്റെ മൊത്തത്തിലുള്ള സം എന്ന് പറയുന്നത് 1024 പ്ലസ് 1024 അല്ലേ? 8402. അതാണ് അതിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോളത്തിൽ 3 എണ്ണം ഉണ്ട് അല്ലേ? 3 എണ്ണമുള്ള എത്ര കോളം ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 കൂടാതെ 15 16 17. ശരിയല്ലേ? അത്രയും അത് വരെയുള്ള എത്ര എണ്ണമാണ്? 3 എണ്ണം ഉള്ളതാണ് വരുന്നത്. ഇനി 4 എണ്ണം ഉള്ള എത്ര എണ്ണം നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഉണ്ട് 4 ഉള്ളത്. അപ്പം 18 4ൻ്റെ കോളവും പിന്നെ എത്രയാണ്? 17 3യുടെ കോളവും. 18 ഇൻറ്റു 4 എത്ര വരും? 8 4s യെസ് 2 3 72 അല്ലേ? ഇനിയും 17 ഇൻറ്റു അല്ലേ? 17 ഇൻറ്റു 3 7 3s 21 2 3 5 51. സോ നമുക്ക് കിട്ടാൻ എന്താണ്? 72 പ്ലസ് 51 എത്ര കിട്ടി? 3 7 3 12 അല്ലേ? 123 ആണ് അതിൻ്റെ സമ്മായിട്ട് വരുന്നത്. ഇനി ഇവിടെ വേറൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണേ. അപ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ. നമ്മൾ നോക്കി ഈ 15ൻ്റെ കുറേ കോളംസ് ഉണ്ട്, 35ൻ്റെ ഉണ്ട്, 25ൻ്റെ ഉണ്ട്, 3 എണ്ണം ഉള്ളത്. അപ്പോൾ നമ്മൾ എത്ര 15 ഉണ്ടെന്ന് നോക്കണം ആദ്യം. അത് നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 എല്ലാം കൗണ്ട് ചെയ്യണേ. ഓപ്പോസിറ്റിലുള്ളതുകൊണ്ട് പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, സെൻറ്ററിലുള്ളതുകൊണ്ട്. ഇതെല്ലാം എണ്ണുമ്പോൾ നമുക്ക് 20 to 15 ആണ് കിട്ടുന്നത്. അതായത് 22 ഇൻറ്റു 15. അതുപോലെ തന്നെ 35ഉം 22 ആണ്. 22 ഇൻറ്റു 35. അടുത്ത 25 ആണുള്ളത്, അത് 22 ആണ്. 22 ഇൻറ്റു 25. ഓരോന്നും നിങ്ങൾ എണ്ണി നോക്കുക കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടേ. ഓരോന്നും നമുക്ക് കിട്ടുന്നുണ്ട്. 22 ഇൻറ്റു 15 ആദ്യം ചെയ്ത് നോക്കാം. എത്ര കിട്ടാം? 10 ദെൻ 2 2 ശരിയല്ലേ? 0 3 3 അല്ലേ? 330 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അടുത്ത എത്ര? 22 ഇൻറ്റു 25 10 1 10 11 4 4 ശരിയല്ലേ? 0 5 5 550 ഓക്കെ. ദെൻ 22 ഇൻറ്റു 35 അല്ല 35 ഇൻറ്റു 22 1 2 6 1 7 2 10 7 1000 10 1 2 6 7 അല്ലേ? 0 7 770. അപ്പോൾ എത്ര കിട്ടിയത്? അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് 330 550 ദെൻ 770. ഇത് മൂന്നും കൂടെ നമ്മൾ പ്ലസ് ചെയ്യുക. ഇതുമ്പോൾ എത്ര കിട്ടുന്നത്? 1650 എന്ന് പറയുന്ന സംഖ്യയാണ് കിട്ടുന്നത്. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളത് ആഡ് ചെയ്യാതെ അത് കോപ്പി ചെയ്ത് പോകരുത്. ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി അതുപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് നടുക്ക് 1000 ആണ്. ഇനി ചുറ്റും 4 500 ഉണ്ട്, പിന്നെ ഒരു 8 250 ഉണ്ട് അല്ലേ? 8 250 ഉണ്ട്. ദെൻ 125 18 എണ്ണം ഉണ്ട്. 18 എണ്ണം നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കണം. സോ നമുക്ക് ഒരു 1000 ആദ്യമേ ഉണ്ട് ആ നടുക്ക്. പിന്നെ എത്രയാണ്? അതിൻ്റെ കൂടെ 500 4 എണ്ണം വരുന്നുണ്ട് അല്ലേ? പ്ലസ് പിന്നെന്താ 250 8 എണ്ണം വരുന്നുണ്ട്. 250 ഇൻറ്റു 8 പ്ലസ്
125 ഇൻറ്റു 18 ഇത്രയും അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 1000 ഓൾറെഡി നമുക്കൊന്നും ചെയ്യാനില്ല, അവിടെ എഴുതുക. ദെൻ 500 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എളുപ്പമല്ലേ, 4ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരുന്നത്? യെസ്, 2000 എന്ന് പറയുന്ന സംഖ്യ കിട്ടുന്നു. ദെൻ 250 ഇൻറ്റു 8, അതിനെ 25 ഇൻറ്റു 8 എന്ന് എഴുതാൻ മതി. 25 ഇൻറ്റു 8 വരുമ്പോൾ 200, 200ൻ്റെ കൂടെ ഒരു 0 കൊടുത്താൽ എഗെയിൻ 2000 കിട്ടും. പിന്നെ 128 ഇൻറ്റു 18, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലാതെ പെട്ടെന്ന് കിട്ടത്തില്ല. 64, 8 8s 64, 6, ദെൻ 16ഉം 6ഉം 22, എഗെയിൻ 2 ഒറ്റ 10, ദെൻ 8 2 8 2 1. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 2250 അല്ലേ, 2250 എന്നുള്ള സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 7250 എന്ന് പറയുന്ന സംഖ്യയാണ് കേട്ടോ. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, അൺ അൺസോൾവ്ഡ് മിസ്റ്ററി ദ കൊളാറ്റ്സ് കൺജക്ചർ. അതായത് ഈ ഒരു സീക്വൻസ് ഉണ്ട്, അവർ ഈ പറയുന്ന ആൾ കൊളാറ്റ്സ് എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ച ഒരു റൂളാണ്. അതായത് ഒരു സീരീസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു നമ്പറിൽ നിന്നും നമ്മൾ അത് ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ പകുതിയും, ദെൻ ഓഡ് നമ്പർ ആണെങ്കിൽ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ആ സീക്വൻസിൻ്റെ അത് പാറ്റേണിൻ്റെ അവസാനം 1 എത്തും എന്നാണ് അദ്ദേഹം കൊളാറ്റ്സ് പറഞ്ഞത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി കൺഫ്യൂഷനായിട്ട് തോന്നും, എന്നാലും നമ്മൾ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 12 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുന്നത്? 6ഉം ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് അതിൻ്റെ പകുതി, അപ്പോൾ എത്രയായി? 3. പക്ഷെ 3 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ആ 3യെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 3 × 3 9 + 1 10. മനസ്സിലായോ? 10 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പറാണ്, സോ അതിൻ്റെ പകുതി അടുത്ത നമ്പർ. പക്ഷേ 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് 5 × 3 + 1 എത്ര കിട്ടി? 16 ഒരു ഈവൻ നമ്പറാണ്, സോ അതിൻ്റെ പകുതി 8 ഈവൻ നമ്പറാണ്, അതിൻ്റെ പകുതി 4ൻ്റെ പകുതി 2ൻ്റെ പകുതി 1. അങ്ങനെ ഇങ്ങനെ ഒരു സീക്വൻസ് വന്നു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന എല്ലാ സീക്വൻസും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ അവസാനം നമുക്ക് 1 കിട്ടും എന്നാണ് ഈ റൂള് പറയുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി നമുക്ക് എല്ലാ മാത്തമാറ്റീഷ്യൻസും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നല്ല. Well, the rule is 1 starts with any number. If the number is even, take half of it. If the number is odd, multiply by 3 and add 1. Repeat. Notice that all 4 sequences above evenly raised to the number 1. In 1937, the German mathematician Lothar Kolatz conjectured that the sequences always reach 1. regardless of the whole number you start with. ഏത് ഹോൾ നമ്പർ കൊണ്ട് തുടങ്ങിയാലും ഇങ്ങനെ വരും എന്നാണ് ആര് പറഞ്ഞേ? കൊളാറ്റ്സ് പറഞ്ഞത്. അദ്ദേഹം ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ബട്ട് even today, despite many mathematicians working on it, it remains unsolved problem as whether Collatz conjecture is true. അപ്പോൾ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പലപ്പോഴും പല എന്താ പറയുന്നത് മാത്തമാറ്റീഷ്യൻസും അപ്രൂവ് ചെയ്യാത്ത കാര്യമാണ്. Make some more Collatz sequence like those above and reach. Do you always reach 1? Do you believe the conjecture of Collatz that all such sequences eventually reach 1? ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാം 1-ലെത്തും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ഒന്നും അത്ര എല്ലാ മാത്തമാറ്റീഷ്യനും അത്ര താല്പര്യമുള്ള, അല്ലെങ്കിൽ അവർ പ്രൂവ് ചെയ്തിട്ടില്ല. പലർക്കും അക്കാര്യത്തിൽ ഡൗട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു നമ്പർ, നമ്മൾ വെറുതെ ഒരു നമ്പർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കും. ഏത് നമ്പർ എടുത്താലും പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ ഈവൻ ഓഡ് നമ്പർ ആയതുകൊണ്ട് 5 × 3 + 1 എത്ര കിട്ടും? 16 ഒരു ഈവൻ നമ്പറാണ്, അതിൻ്റെ പകുതി 8.
8 ഒരു ഈവൻ നമ്പറാണ്, അതിൻ്റെ പകുതി 4. 4 ഒരു ഈവൻ നമ്പറാണ്, അതിൻ്റെ പകുതി 2. അപ്പോൾ നമുക്ക് ഇത് 1ൽ എത്തിച്ചേർന്നു. ഇതൊരു ഓഡ് നമ്പറാണ് ഞാൻ എടുത്തത്. ഇനി ഞാനൊരു ഈവൻ നമ്പർ എടുക്കുവാണെങ്കിൽ 12. അതൊരു ഈവൻ നമ്പറാണല്ലോ, അതിൻ്റെ പകുതി 6, 6ൻ്റെ പകുതി 3, 3 ഒരു ഓഡ് നമ്പറാണ്. 3 × 3 + 1 10, 10 ഒരു ഈവൻ നമ്പറാണ്. 5, 5 ഒരു ഓഡ് നമ്പറാണ്. 5 × 3 + 1 16, 16 ഒരു എന്താണ് ഈവൻ നമ്പറാണ്. അതിൻ്റെ പകുതി 8, 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2, 2ൻ്റെ പകുതി 1. മനസ്സിലായോ? അപ്പം ഇങ്ങനെ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എല്ലാ മാത്തമാറ്റീഷ്യൻസും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഒരു എസ്റ്റിമേഷനെ കുറിച്ച്, എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഊഹമാണ്. At time we may not know or need exact count of things and estimate the sufficient the purpose of hand. For example, your school headmaster might know the exact number of students enrolled in your house, but you may only know the estimate count. അതായത് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 കുട്ടികളുണ്ട്, കറക്റ്റ് നമ്പർ പ്രിൻസിപ്പളിന് അറിയാം അല്ലേ. പക്ഷെ നമ്മളൊക്കെ ഏകദേശം പറയുന്നത് എബൌട്ട് 1000, എബൌട്ട് 1200 അങ്ങനെയൊക്കെയാണ് പറയുന്നത്, അതായത് ഏകദേശം എന്നർത്ഥം. ഇനി അങ്ങനെയുള്ള കുറച്ച് എക്സസൈസുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ഒരു ചെറിയ ആക്ടിവിറ്റി പോലെ ചെയ്താൽ മതി. സ്റ്റെപ്പ് യു ഫോൺ ടേക്ക് ടു വർക്ക്. ഇപ്പോൾ ഫ്രം ദ പ്ലേസ് യു ആർ സിറ്റിംഗ് ടു ദ ക്ലാസ് റൂം ടു ദ ഡോർ. അതായത് നമ്മളിരിക്കുന്ന സ്ഥലം മുതൽ ഡോർ വരെ എത്ര സ്റ്റെപ്പ് ഉണ്ടാകും, വെറുതെ എസ്റ്റിമേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു 10 സ്റ്റെപ്പ് ഉണ്ടാകും. ദെൻ അക്രോസ് ദ സ്കൂൾ ഗ്രൗണ്ട് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്, അതുപോലെ ഗ്രൗണ്ടിൻ്റെ മൊത്തം ദൂരം എത്ര സ്റ്റെപ്പ് ഉണ്ടാകും. ഫ്രം യുവർ ക്ലാസ് റൂം ഡോർ ടു സ്കൂൾ ഗേറ്റ്, ക്ലാസ് റൂമിൻ്റെ ഡോർ മുതൽ സ്കൂൾ ഗേറ്റ് വരെ എത്ര സ്റ്റെപ്പ് ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ഊഹിക്കാൻ കേട്ടോ. ഫ്രം യുവർ സ്കൂൾ ടു യുവർ ഹോം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, അതൊരു പക്ഷേ നിങ്ങൾക്ക് കിലോമീറ്ററിൽ കറക്റ്റായിട്ട് അറിയാമായിരിക്കും അല്ലേ. സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര സ്റ്റെപ്പ് നടക്കാൻ പറ്റുമെന്ന്. നമ്പർ ഓഫ് ടൈംസ് യു ബ്ലിങ്ക് യുവർ ഐസ്, നമ്പർ ഓഫ് ബ്രീത്ത് യു ടേക്ക് ഇൻ എ മിനിറ്റ്. അതായത് നമ്മൾ ഒരു മിനിറ്റിൽ എത്ര ബ്രീത്ത് എടുക്കുന്നു, ഒരു മണിക്കൂറിൽ എത്ര ബ്രീത്ത് എടുക്കുന്നു, ഒരു ദിവസം എത്ര ബ്രീത്ത് എടുക്കുന്നു. അതുപോലെ ഐസ് ബ്ലിങ്ക് ചെയ്യുന്നത്, കണ്ണ് തുറന്നടയ്ക്കുന്നത്, ഒരു മിനിറ്റിൽ, ഒരു അവറിലോ ഒരു ദിവസമൊക്കെ എത്ര ചെയ്യുന്നു എന്ന് വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ഒന്ന് ചിന്തിക്കുക ഇത്ര ഉണ്ടായിരിക്കുമെന്ന്. നെയിം സം ഒബ്ജക്റ്റ് അറൗണ്ട് യു ദാറ്റ് ആർ എ ഫ്യൂ തൗസൻഡ് ഇൻ നമ്പർ. അതായത് 1000 ആയിരക്കണക്കിന് മണൽ, നമുക്ക് മുന്നിൽ എപ്പോഴും മണലുണ്ട് അല്ലേ, പക്ഷെ അത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല, 1000 ആണ് ഉള്ളത്. മോർ ദാൻ 10,000 ഇൻ നമ്പർ. ഇനി 10,000-നും കൂടുതൽ, അതും നമുക്ക് സാൻഡോ അല്ലെ സ്റ്റാർസോ ഒക്കെ നമ്മുടെ മുന്നിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഒരുപാടുള്ളതുണ്ട്. ട്രൈ ടു ഗസ് വിതിൻ 30 സെക്കൻഡ്സ്. ഇനി നമ്മളൊരു 30 സെക്കൻഡ് കൊണ്ട് ഗസ് ചെയ്യാൻ പറയുകയാണേ. നമ്പർ ഓഫ് വേർഡ്സ് ഇൻ യുവർ മാത്സ് ടെക്സ്റ്റ് ബുക്ക്. മാത്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്പർ ഏകദേശം ഒരു 5,000 മുകളിലുണ്ടായിരിക്കും, മോർ ദാൻ 5,000 ഉണ്ട് അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ ട്രാവൽ ബൈ ടു സ്കൂൾ ബസ്. ഇനി സ്കൂളിലേക്ക് ബസ്സിൽ വരുന്ന കുട്ടികൾ ഏകദേശം ഒരു 200 ആയിരിക്കില്ല അല്ലേ, ഒരു 500,000 ഒക്കെ ഉള്ള സ്കൂളുകളാണെങ്കിൽ ഒരു 800 സ്റ്റുഡൻസും വരുന്നത് സ്കൂൾ ബസ്സിനായിരിക്കും. റോഷൻ വാണ്ട്സ് ടു ബൈ മിൽക്ക് ആൻഡ് 3 ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ടു മേക്ക് ഫ്രൂട്ട് കസ്റ്റർഡ് ഫോർ 5 പീപ്പിൾ. അതായത് 5 പേർക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് റോഷൻ്റെ കയ്യിലുള്ളത്. 3 ടൈപ്പ് ഫ്രൂട്ടും വാങ്ങിക്കണം, പാലും വാങ്ങിക്കണം. നമുക്കറിയാം പാല്, ഒരു കവർ പാല് നമുക്ക് ഏകദേശം 35 റുപ്പീസാണ്. ദെൻ 3 ടൈപ്പ് ഫ്രൂട്ട്, അപ്പം 3 ടൈപ്പ് ഫ്രൂട്ടും കൂടെ വാങ്ങിക്കുക. ഏകദേശം 100 റുപ്പീസിന് നമുക്ക് ഫ്രൂട്ടിൻ്റെ റേറ്റ് അനുസരിച്ച് അല്ലേ യൂസ് ചെയ്യാം. പക്ഷെ 5 പീപ്പിളിന് കൊടുക്കണം, 5 പേർക്ക്. അത് നമുക്ക് ചെറിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ, 100 റുപ്പിക്ക്. പക്ഷെ വലിയ പാത്രത്തിലേക്ക് കസ്റ്റർഡ് കൊടുക്കണമെങ്കിൽ നമുക്കത് പറ്റത്തില്ല അല്ലേ, വലിയ പീസായിട്ട് വലിയ ഒരു ഇതായിട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചേറെ. എസ്റ്റിമേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗാന്ധിനഗർ ടു ഗുജറാത്ത് ടു കൊഹിമ ഇൻ നാഗാലാൻഡ്. അതായത് മാപ്പിൽ നോക്കുക. അതായത് മാപ്പിൽ നമുക്ക് സ്കെയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സ്കെയിൽ, മാപ്പിൻ്റെ സ്കെയിൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത്, ഫോർ എക്സാമ്പിൾ കേരളത്തിൻ്റെ തന്നെ എടുക്കുക. കേരളത്തിൻ്റെ തന്നെ നമുക്ക് നമ്മുടെ തമിഴ്നാടിനോട് ചേർന്ന ഭാഗം, ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് നമുക്ക് കാസർഗോഡ് അല്ലെങ്കിൽ കോഴിക്കോട് പോട്ടെ, അവിടെ വരെയുള്ള ഒരു സ്ഥലത്തിൻ്റേത് നമ്മൾ അറിയണമെങ്കിൽ ഇത്രയും ദൂരം നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റുമെന്ന് പറയാം. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം അളക്കുക. അതിപ്പോൾ നമുക്കൊരു
5 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കുക. 5 സെൻറ്റിമീറ്റർ. ഫോർ എക്സാമ്പിളാണ്, ഒരു വെറുതെ ഒന്ന് പറയുന്നതാണ്, അത്ര അങ്ങനെ ആവണമെന്നില്ല. 5 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് സ്കെയിൽ ഓഫ് ദ മാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ സ്കെയിൽ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 100 കിലോമീറ്റർ. വെറുതെ പറയാണ്, 100 കിലോമീറ്റർ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ചിലത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ചിലത് വ്യത്യാസമുണ്ട്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എത്ര ആണെന്ന് പറയാം. അപ്പം നമുക്ക് 5 സെൻറ്റിമീറ്റർ ആണ് അളവ് കിട്ടുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വരത്തില്ല കേട്ടോ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 5 ഇൻറ്റു 100 500 കിലോമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഒരിക്കലും ഇത്രയും ഡിസ്റ്റൻസ് 500 കിലോമീറ്റർ അല്ല, ഞാൻ പറഞ്ഞതാണ്. നമ്മൾ അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഒരു സ്കെയിലിൽ നമ്മൾ ആ ഡിസ്റ്റൻസ് അളക്കുക, അതിനുശേഷം ആ മാപ്പിനകത്ത് നോക്കുക അതിൻ്റെ സ്കെയിൽ എത്രയാണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. Sheetal is in grade 6 and say she has spent 13,000 hours in a school till date. ഡു യു അഗ്രി വിത്ത്? 13,000 അവേഴ്സ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതുവരെ. നമുക്കറിയാം, നമുക്ക് 5 ഡേയ്സിൻ്റെ ക്ലാസ് ആണുള്ള, ഏകദേശം 6 hours 30 hours നമ്മൾ ഒരു ദിവസം എന്താ പറയുന്നത്, ഒരാഴ്ചയിൽ നമ്മൾ 30 hours സ്കൂളിൽ നമുക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതങ്ങനെയാണ് 6 ഇൻറ്റു 200 നമ്മൾ ഏകദേശം 200 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം 6 ഇൻറ്റു 12 അല്ലേ, 1200 അവേഴ്സ് ഒരു വർഷം നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ഇതാണ് 1200 അവേഴ്സ്. ഇനി ഇതിനെ നമ്മൾ ഒരു വർഷമാണ് 12 6 7 7200 അല്ലേ, അത്രയും സമയമാണ് ഒരു 6ാം ക്ലാസ് വരെയുള്ള കുട്ടി ഇരിക്കുന്നത്. അപ്പം പറഞ്ഞത്രയൊന്നും വരുന്നില്ല അല്ലേ. Earlier people used to walk long distance and they had no other means of transfer. Suppose you walk to your normal place approximately. ഇനി നമ്മൾ ഇതൊക്കെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേഷനാണ് പറയുന്നത്. ഇത് വെറുതെ നിങ്ങളൊന്ന് ഊഹിച്ച് പറയാനുള്ളത്. അതായത് നിങ്ങളുടെ കറണ്ട് ലൊക്കേഷന്, നിങ്ങളുടെ അവിടെ നിന്ന് നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസിലോട്ടുള്ള ദൂരം, ഇതൊക്കെ നിങ്ങൾ തനിയെ വായിച്ച് ചെയ്യുക കേട്ടോ. ഗെയിംസ് ആൻഡ് വിന്നിങ് സ്ട്രാറ്റജീസ്. ഇനി കുറച്ച് ഗെയിംസ് ആണ്. റൂൾസ് ഫോർ 1 ഗെയിം. ദ ഫസ്റ്റ് പ്ലെയർ സേസ് 1, 2 or 3. Then 2 players take turns 1, 2 or 3. The previous number said the first player to reach 21 wins. ഇത് ഒരു അതായത് ഒരു 2-3 പ്ലെയേഴ്സ് ഉണ്ട്. അതിലൊരു ഫസ്റ്റ് പ്ലെയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്ലെയർ ഈ 1ൻ്റെ കൂടെ 2 or 1 or 3 ഏതെങ്കിലും ആഡ് ചെയ്യുക. അപ്പം ഞാൻ രണ്ടാമത്തെ പ്ലെയർ 3 ആഡ് ചെയ്തതെന്ന് വെച്ചു. അപ്പോൾ ഇതെത്ര, 1 + 3 4. ആദ്യത്തെ ആൾ പിന്നെ ആ 4ൻ്റെ കൂടെ നമുക്ക് വേണേൽ 3 ആഡ് ചെയ്യാം, 7. പിന്നെ രണ്ടാമത്തെ ആൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 8. അപ്പം അങ്ങനെ ആരാണോ 21-ൽ എത്തുന്നത് അവർ വിൻ ചെയ്യുന്നു എന്നാണ് ഈ ഗെയിം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഒരു ഗ്രിഡ് തന്നിട്ടുണ്ട്. ഈ ഗ്രിഡിൽ ഈ ഒരു നമ്പർ സൂപ്പർ സെല്ലാണ്. നമ്മൾ സൂപ്പർ സെല്ലിനെ കുറിച്ച് തുടക്കത്തിൽ പഠിച്ചാണ്. ഈ സൂപ്പർ സെല്ല് ഈ നമ്പറിൽ 2 നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ 4 നമ്പർ സൂപ്പർ സെല്ലാവും. അതിന് ഞാൻ ചെയ്യുന്നത് ഈ 62871 എന്ന് പറയുന്നതിൻ്റെ 6ൻ്റെ സ്ഥാനത്ത് 1 ഇടുക, 12876 എന്നാക്കുക. അപ്പോൾ നോക്കിയേ, ഇത് സൂപ്പർ സെല്ലാവും. ഈ നമ്പറാണ് ഇവിടെ വരുന്നതെങ്കിൽ, അതായത് 62871 പകരം 12826 എന്ന് പറയുന്ന നമ്പറാണ് വരുന്നതെങ്കിൽ, 826 അല്ല 76 എന്ന് പറയുന്ന നമ്പറാണ് വരുന്നതെങ്കിൽ ഈ 4 നമ്പേഴ്സും സൂപ്പർ സെൽസ് ആവും. ഏതൊക്കെയാണ്? ഈ താഴത്തെ ഈ 6287ൻ്റെ താഴത്തെ നമ്പരും സൈഡിലത്തേത് ഇവിടുത്തേത് ഇതെല്ലാം 4 എണ്ണവും സൂപ്പർ സെല്ലായിട്ട് മാറുന്നതാണ്. ഹൗ മെനി റൗണ്ട്സ് ഡസ് യുവർ ഇയർ ഓഫ് ബർത്ത് ടേക്ക് ടു റീച്ച് കെപ്രേക്കർ കോൺസ്റ്റൻറ്റ്? എന്തുവരുന്ന നമ്മൾ കാപ്രേക്കർ കോൺസ്റ്റൻറ്റ് എത്ര ആയതെന്ന് ഓർമ്മയുണ്ടോ? യെസ്, 6174. അപ്പം നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണോ ആ വർഷത്തിൽ നിന്ന് കാപ്രേക്കർ കോൺസ്റ്റൻറ്റിലേക്ക് എത്താൻ എത്ര റൗണ്ട്സ് എടുക്കും എന്നാണ്
ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് കണ്ടുപിടിക്കുന്നതാണ്. അതായത് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിപ്പം 2006 പോട്ടെ 1996 ഒരാൾ ജനിച്ചതെന്ന് വെച്ചാൽ 1996. ഇതിൻ്റെ അകത്തിലെ ഇത് വെച്ച് വലിയൊരു നമ്പർ ഉണ്ടാക്കുക 1996. അപ്പം 9961 എന്ന് പറയുന്നത് വലിയ നമ്പരും 1699 എന്ന് പറയുന്നത് ചെറിയ നമ്പരും. ഇത് മൈനസ് ചെയ്യുക. അപ്പം നമുക്കൊരു ഡിജിറ്റ് കിട്ടും. അതിന് വീണ്ടും എന്ത് ചെയ്യുക, വലിയ നമ്പരും ചെറിയ നമ്പരും ആക്കുക. അത് വീണ്ടും മൈനസ് ചെയ്യുക. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഏത് നമ്പർ കിട്ടുന്നതെന്ന് നോക്കണം. 6174 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നതാണ്. ഓക്കെ. We are the group of 5-digit numbers between 35,000 and 75,000 such that all our digits are odd. Who is the largest number in our group? Who is the smallest number in group? Who among us the closest to 50,000? Okay. നമ്മൾ ഓഡ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 35,000 മുതൽ 75,000 വരെ ഉള്ളത്. അതിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 74,999. സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ 35,001. ഓഡ് നമ്പർ ആയതുകൊണ്ടാണ്. ക്ലോസസ്റ്റ് ഏതായിരിക്കും? അപ്പം 5,000 അല്ല 50,000. 50,001 അല്ലെങ്കിൽ 49,999. ഈ രണ്ട് നമ്പേഴ്സ് ആയിരിക്കും 50,000 ഏറ്റവും അടുത്തുള്ള. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് ഹോളിഡേയ്സ് യു ഗെറ്റ് ഇൻ ഇയർ ഇൻക്ലൂഡിങ് വീക്കെൻഡ്സ്, ഫെസ്റ്റിവൽസ്, വെക്കേഷൻസ്. ഇതൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ എസ്റ്റിമേറ്റ് നമ്പർ ഓഫ് ലിറ്റേഴ്സ് ഇൻ മഗ്, ബക്കറ്റ്, ഓവർ ഹെഡ് ടാങ്ക്. ഇതൊക്കെ എത്ര ഉണ്ട്? മഗ്ഗിനകത്ത് നമുക്കറിയാമല്ലോ ഒരു 1/4 ലിറ്റർ വെള്ളമൊക്കെ കൊള്ളൂ. ബക്കറ്റിലാണെങ്കിൽ 3-4 ലിറ്റർ വെള്ളം കൊടുക്കും. പക്ഷേ ടാങ്കിലാണെങ്കിൽ 1000 ലിറ്റേഴ്സോളം കൊള്ളും അല്ലേ വെള്ളം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 5-digit നമ്പർ ആൻഡ് 2 3-digit numbers such that their sum 18,670. അതായത് ഒരു 5-digit നമ്പറും 3-digit നമ്പറും അതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 18,670 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ചൂസ് എ നമ്പർ ബിറ്റ്വീൻ 210 and 390. ക്രിയേറ്റ് എ നമ്പർ പാറ്റേൺ സിമിലർ ടു ദോസ് ഷോൺ ഇൻ ദ സെക്ഷൻ ദാറ്റ് വിൽ സം അപ്പ് ടു ദിസ് നമ്പർ. അതായത് 210-നും 390 ഇടയ്ക്ക് ഉള്ള ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ കണക്കാക്കിയിട്ട് നമ്മളിപ്പം തുടങ്ങിയപ്പം ചെയ്തില്ലേ ഒരു പാറ്റേൺ, അതുപോലെ ഒരു പാറ്റേൺ നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ എടുക്കാം. ഞാനൊരു 350 എന്ന് പറയുന്നത് ഇതാണ് 7th 350 എന്ന് പറയുന്ന ഒരു സംഖ്യ. അതെന്ന് പറയുന്നത് 210-നും 390 ഇടയ്ക്കാണ്. 350 കിട്ടണമെങ്കിൽ നമുക്ക് 250 + 100 എന്ന് ചെയ്താൽ കിട്ടും അല്ലേ? 250 + 100. അപ്പം ഞാനിതിനെ 25-ഉം 10-ഉമായിട്ട് കോളത്തിലാക്കാൻ പോവാം. അപ്പം 10 ഞാനൊരു 5 10 എഴുതിയെന്ന് വിചാരിക്കുക. 4 5 5 10 എഴുതി. ദെൻ ഒരു 25 അതുപോലെ 5 എഴുതി. 25 പിന്നെ ഞാനൊരു 10 എഴുതി, അതും ഒരു 5 10 പിന്നെ 25 ഒരെണ്ണം 5. ശരിയായോ നോക്കി? എത്ര എണ്ണം ഉണ്ട്? 10 ഉണ്ട്. 100 ആയി. 25-ഉം 10 ഉണ്ട്. 250 ആയി. 250 + 100 എന്ന് പറഞ്ഞാൽ 350. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ കേട്ടോ. ഞാനത് ചെയ്തതേ ഉള്ളൂ. അതിനെ കോളത്തിൽ വരച്ച് ചെയ്യുക. Recall the sequence of powers of 2 from chapter 1 table 1. Why the collides conjecture correct in all starting numbers of the name. 2-ൻ്റെ പവേഴ്സ് നമ്മൾ ഓർമ്മയുണ്ടോ? അതായത് 64 എന്ന് പറയുന്നത് 2-ൻ്റെ പവറാണ്. 32 16 18 8 4 2 ഇതെല്ലാം 2-ൻ്റെ. അതായത് 2 raised to 0 എന്ന് പറയുന്നത് 1, 2 raised to 1 2, 2 raised to 2, അതായത് 2 into 2, 2 into 2 4, 2 into 2 into 2 8 അല്ലേ? 2 into 2 into 2 into 2 16. ഇങ്ങനെ ആ പവേഴ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ
ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തിലേക്ക് വന്ന് ചേരുന്നുണ്ടോ 1ലേക്ക് വന്ന് ചേരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് കൊളാഡ്സ് കൺജക്റ്റർ കണക്ട് ചെയ്യാൻ പറ്റും എന്നല്ലേ, കറക്റ്റാണ് അതിലെന്ന് പറയാം. ചെക്ക് ഇഫ് ദ കൊളാഡ്സ് കൺ ഹോൾഡ് ദ സ്റ്റാർട്ടിങ് നമ്പർ 100. ഇനി നമ്മളൊരു 100 എന്ന് പറയുന്ന നമ്പറുണ്ട്, നമ്പറിൽ നിന്ന് കൊളാഡ്സ് കൺജക്റ്റർ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. നമ്മൾ അത് ചെയ്ത് നോക്കുക കേട്ടോ. 100 പകുതി 50, അതിൻ്റെ പകുതി 25 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 25 × 3 + 1 എത്ര കിട്ടും? 76. പകുതി അതൊരു ഈവൻ നമ്പറാണ്, അതുകൊണ്ട് അതിൻ്റെ പകുതി 38 ഈവൻ നമ്പറാണ്. അതിൻ്റെ പകുതി 19 എന്ന് പറയുന്ന ഒരു എന്താണ് ഓഡ് നമ്പറാണ്. അപ്പോൾ 19 × 3 + 1 എത്ര കിട്ടും? 58 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്, അതിൻ്റെ പകുതി 29. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക 1ലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന്. കുറേ ചെയ്തിട്ടും എനിക്ക് പറ്റിയില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. Starting with 0, players alternate adding with numbers 1 and 3. The first person reach 22 wins. What is the winning strategy now? അതായത് ഇവിടെ 100ൻ്റെ ചെയ്തിട്ടുണ്ടേ, നിങ്ങൾ ചെയ്ത് നോക്കുക. ഉണ്ടോ, ലാസ്റ്റ് കുറേ നമ്മൾ ചെയ്ത് വരുമ്പോൾ 1ലേക്ക് എത്തിച്ചേരുന്നുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് 0, ഇതിൻ്റെ വിന്നിങ് സ്ട്രാറ്റജിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ചെയ്ത പോലെ 0യിൽ നിന്ന് തുടങ്ങുന്നു. 0യിൽ നിന്നാണ് പ്ലെയർ തുടങ്ങുന്നത്, പക്ഷേ 1ഉം 3ഉം മാത്രമേ ആഡ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ ആൾ 0 പറയുമ്പോൾ രണ്ടാമത്തെ ആളിന് എന്ത് ചെയ്യാൻ പറ്റൂ? ഒന്നീ 0 1 അല്ലെ 3 മാത്രമേ ആഡ് ചെയ്യാൻ പറ്റും. 1 ആഡ് ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തെ പ്ലെയർ 1 എന്ന് പറയുന്നു. മൂന്നാമത്തെ ആൾ 3 വേണേൽ ആഡ് ചെയ്യാം. അപ്പം 3 + 1 എത്ര? 4 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആർക്കാണ് 22 ഫസ്റ്റ് പ്ലെയറിനാണോ സെക്കൻഡ് പ്ലെയറിനാണോ കിട്ടുന്നത് എന്ന് നോക്കുക. നമ്മുടെ ലെസൺ ഇവിടെ തീരുവാണ്. അടുത്ത ലെസണുമായി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കാണാം.